നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ രണ്ടാം പാദത്തിലെ അവസാനത്തെ മത്സരങ്ങൾ ഇന്നാണ് നടക്കുന്നത്. ഓൾറെഡി 6 ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കി 2 ടീമുകൾ ഏതൊക്കെയാണ് ഇന്നറിയാൻ പറ്റും. വമ്പൻ മത്സരം ഇന്ന് നടക്കുന്നുണ്ട്. അതെ, ഇന്റർ മിലാനും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ കളിയുണ്ട്. പിന്നെ PSG വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് പോരാട്ടവും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ 2 കളികളും നടക്കുന്നത്. ഡോട്ട്മുണ്ട് വേഴ്സസ് PSG പോരാട്ടം ആദ്യ പാദം 1-1 സമനിലയായിരുന്നു. ഇനി രണ്ടാം പാദത്തില് ഡോട്ട്മുണ്ടിന്റെ മൈതാനത്ത് കളിക്കുമ്പോൾ ഡോട്ട്മുണ്ടിന് തന്നെയാണ് കൂടുതൽ സാധ്യതകൾ എന്ന് സംഭവിക്കുന്നത്. കാത്തിരുന്ന് കാണാം. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മൈതാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ഇന്റർ മിലാൻ മത്സരം നടക്കുന്നത്. ആദ്യ ഭാഗത്തിൽ ഇന്റർ മിലാൻ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചിട്ടുണ്ട്. ആ കടം വീട്ടിയിട്ട് വേണം സിമിയോണിക്കും കുട്ടികൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള വഴിയൊരുക്കാൻ. എന്നാൽ മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ ഇന്റർ മിലാൻ കളിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം പൊരിഞ്ഞ പോരാട്ടം നമ്മൾ എവിടെയും പ്രതീക്ഷിക്കുകയാണ്. അതേസമയം ഓൾറെഡി 6 ടീമുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബയേൺ മ്യൂണിക്ക് ലാസിയോയെ അഗ്രിഗേറ്റ് 3-1 പ്രീ ക്വാർട്ടറിൽ മറികടന്നതെങ്കിൽ റയൽ സോസിഡാഡിനെ അഗ്രിഗേറ്റ് 4-1 PSG മറികടന്നത്. റയൽ മാഡ്രിഡ് RB ലൈപ്സിഗുമായിട്ട് 2-1 അഗ്രിഗേറ്റ് വിജയിച്ചുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നതെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി കോപ്പൻഹേഗനെ 6-2 അഗ്രിഗേറ്റ് പരാജയപ്പെടുത്തിയിട്ടാണ് കടന്നു വന്നത്. ആഴ്സണല് 14 വർഷങ്ങൾക്ക് ശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് FC പോർട്ടോയെ റൗണ്ട് ഓഫ് 16 മറികടന്നത്. അതേസമയം ബാഴ്സലോണ നോക്കുക, 2020 ആ ഒരു UCL ക്വാർട്ടർ ഫൈനലിന് ശേഷം ആദ്യമായിട്ട് UCLന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുകയാണ്. 4-2 നാപ്പോളിയെ അഗ്രിഗേറ്റ് അവർ വീഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബാഴ്സലോണ, ആഴ്സണല്, മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ്, PSG, ബയേൺ ഇങ്ങനെ വമ്പന്മാർ ഇടം പിടിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് ഇനി ആര് കടന്നു വരും? 2 ടീമുകൾ അത് ആരൊക്കെയായിരിക്കും ഇന്നറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.